ഇൻവെന്ററി മോഡിൽ ഇൻവോയ്സ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇൻവെന്ററി ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് പോവാം. അതിൽ ഇൻവെന്ററി മാസ്റ്റേഴ്സ്, ഇവിടെ ഇൻവെന്ററി ഐറ്റം സെലക്ട് ചെയ്യാം. ആദ്യം നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. മാസ്റ്റേഴ്സിൽ നമ്മൾ അതിന്റെ പേര് ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം, ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എക്സൽ ഫയൽ നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്, അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ. 1 by 1 ആണെങ്കിൽ ഇത് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിലുള്ളത് പാർട്ട് നമ്പർ, പിന്നെ ഇംഗ്ലീഷ് നെയിം, അറബിക് നെയിം, ബാർകോഡ്. പേര് ഇംഗ്ലീഷ് നെയിം കൊടുക്കുക ഇവിടെ. ഇത് വേണേൽ നിങ്ങൾ അഡീഷണൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇത്ര കൊടുക്കും. ഓക്കെ, ഇനി ബാർകോഡ് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ബാർകോഡ് സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് ബാർകോഡ് നമ്പർ എൻ്റർ ചെയ്യാം. ഇതിന്റെ അറബിക് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇനിയുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇത് 15 റിയാൽ ആണെങ്കിൽ, ഇൻക്ലൂസീവ് ടാക്സ് ആണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് 13 മുകളിൽ ടാക്സ് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും 15 ആണെങ്കിൽ 15 മുകളിൽ ടാക്സ് വരും. അതുപോലെ ബൈങ് പ്രൈസ് ഇവിടെ കൊടുക്കാം. ബാക്കി എന്തെങ്കിലും ഇതെല്ലാം ബൈ ഡിഫോൾട്ട് ആണ്. ടാക്സ്, പിന്നെ യൂണിറ്റ് ഓഫ് മെഷർ, പീസസ്, അതെല്ലാം ഡിഫോൾട്ട് ആയിട്ട് എടുക്കും. ഇനി സബ്മിറ്റ് ചെയ്യാം. ഈ ഐറ്റം ഇവിടെ ക്രിയേറ്റ് ആയി. ആണല്ലേ, ഇതിപ്പോ ക്വാണ്ടിറ്റി കറന്റ് സ്റ്റോക്ക് ഒന്നുമില്ല, 0 ആണ്. ഇത് പർച്ചേസ് ചെയ്താൽ ഈ ഇൻവെന്ററി ഇൻക്രീസ് ആവും, സെയിൽ ചെയ്താൽ ഇൻവെന്ററി ഡിക്രീസ് ആവും. അപ്പൊ നമ്മൾ ഹോമിൽ പോയിട്ട് ആദ്യം പർച്ചേസ് ചെയ്യാം. ആദ്യം സെയിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സെയിൽ ചെയ്താൽ അത് നെഗറ്റീവ് ആയിട്ട് കാണിക്കും. ഞാൻ ഫസ്റ്റ് സെയിൽ ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ ക്രിയേറ്റ് വൗച്ചറിൽ പോയിട്ട് ഞാൻ ഒരു സെയിൽ എൻ്റർ ചെയ്യാം. ഞാനിവിടെ ഇൻവെന്ററിയുടെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യണം. ഡിവോൾട്ടോടെ വന്നു. ഈ ബ്രാക്കറ്റിൽ കാണിക്കില്ല 0. ഇത് കറന്റ് സ്റ്റോക്കിൽ ഇല്ല. സ്റ്റിൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതൊരു ക്യൂറി ബട്ടൺ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാം, അതിന്റെ പർച്ചേസ് സെയിൽ ഇവിടെ കാണിക്കും. നമ്മളിവിടെ റേറ്റ് വന്നു, കേട്ടില്ലേ? ഇത് റൗണ്ട് ചെയ്ത് 15 ആയിട്ട് വരും. ഇനി ക്വാണ്ടിറ്റി അവിടെ എൻ്റർ ചെയ്യാം. ഞാൻ ഒരു 10 ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തു. നമ്മൾ ഡയറക്റ്റ് സെല് ചെയ്യാണ്ട്, പർച്ചേസ് ചെയ്തിട്ടില്ല. ഇത് നോക്കണ്ട, ഇത് റൗണ്ട് ആയിട്ട് വരും. സബ്മിറ്റ് ചെയ്തു. നമ്മളെ വാറ്റ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ചെറിയ ഡിഫറൻസ് വന്നത്. ചെറിയ ഫ്രാക്ഷന്റെ ഡിഫറൻസ് ഇങ്ങനെ വരും. ഇത് 10 പീസ് ഈ റേറ്റിന് ടാക്സബിൾ എമൗണ്ട്, ടാക്സ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ്. അപ്പൊ ഈ ഐറ്റം നമ്മൾ സെൽ ചെയ്തു, പക്ഷെ ഇത് പർച്ചേസ് ചെയ്തില്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതായത് ഹോമിൽ പോയിട്ട് ഇവിടെ റിപ്പോർട്ട്സ് പോയി സ്റ്റോക്ക് സമ്മറിയിൽ പോയാലും നമുക്ക് കാണാം ഈ സാധനം. ഇവിടെ കാണിക്കുന്നുണ്ട് ഡിവോൾട്ട് 7. ഇത് കണ്ടില്ലേ, -10 ആണ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് കൂടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഡീറ്റെയിൽസിലേക്ക് പോകില്ല. ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് -10 ആണ്, ഔട്ട്വേർഡ് ആണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പൊ ക്രിയേറ്റ് വൗച്ചറിൽ പോയി പർച്ചേസ് കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്ന പർച്ചേസ് ബില്ല് ആസ് ഇറ്റ് ഈസ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യും. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർ കിട്ടുന്ന ബില്ലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ തന്നെ കാണിക്കുന്നത് ഇതിപ്പോ -10 ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? ഇത് ആർക്കാ പറ്റുക ഇവിടെ വെച്ചാൽ മതി. മൗസ് വെച്ചോടെ കാണിക്കാണ്ട് ക്യാഷ് കസ്റ്റമർ ഇത്ര 10 പീസ് ഇത്ര റേറ്റിന് കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ പർച്ചേസ് ചെയ്യണത് ഇപ്പൊ 10 റിയാലാണ് പർച്ചേസ് ചെയ്യുന്നതിരിക്കുക. ക്വാണ്ടിറ്റി 50 കൊടുത്തു, റേറ്റ് 10 കൊടുത്തു.
ഇത് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ആവും ഇപ്പൊ നോക്കുന്ന കണ്ടില്ലേ ഇത് 40 10 പീസ് നമ്മൾ ഔട്ടായി. സോറി ഇത് റേറ്റ് ആണ്, കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും. ഇത് കാണില്ലേ ജൂണില് 50 പീസ് ഇന്നായി 10 പീസ് ഔട്ടായി. കറന്റ് കോസ്റ്റ് വാല്യൂ ഇത്രയാണുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇനി സെല് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് വൗച്ചറിൽ പോയിട്ട് ജസ്റ്റ് സെയിൽ അടിച്ച ആ സാധനം ഐറ്റം അവിടെ വരും. അല്ലെ 40 പീസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ മൗസ് വെച്ചാൽ തന്നെ കാണിക്കും, അതിന്റെ ഒരു സമ്മറി അവിടെ കാണിക്കും. ഇത് എവിടുന്ന് വാങ്ങിച്ചു, എവിടുന്ന് വിറ്റ്, ഏത് റേറ്റ് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ തന്നെ വരും. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടണ നമ്മൾ റിപ്പോർട്ട്സ് പോയിട്ട് ഇവിടെ സ്റ്റോക്ക് സമ്മറിയിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ആ മന്തിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നാലും കാണിക്കും. സ്റ്റോക്ക് ക്യൂറി ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുക ഐറ്റം നെയിം ബാർകോഡ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും.